തൊടുപുഴയിൽ തെറ്റായ ദിശയിൽ കാർ ഓടിച്ചത് ചോദ്യം ചെയ്തതിന് ലോറി ഡ്രൈവർക്ക് മർദ്ദനം. മുതലക്കോടം സ്വദേശി വിഷ്ണുവിനെയാണ് കാറിലുണ്ടായിരുന്നവർ മർദ്ദിച്ചത്. ഇരുമ്പ് കമ്പി കൊണ്ടുള്ള ആക്രമണത്തിൽ വിഷ്ണുവിന് തലയ്ക്കും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ പ്രതികൾക്കായി തൊടുപുഴ പോലീസ് അന്വേഷണം തുടങ്ങി. ആഷിക്ക് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ആഷിക്ക്, ഈ പ്രതികളെ പറ്റി എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ പോലീസിന്? ലോറി ഡ്രൈവറുടെ പരിക്ക് എങ്ങനെയുണ്ട്? കഴിഞ്ഞ ശനിയാഴ്ച തൊടുപുഴ മങ്ങാട്ടുകോലയിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എതിർവശത്ത് തെറ്റായ ദിശയിൽ കൂടി വന്ന കാറ് മങ്ങാട്ടുകോലയിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാക്കുകയും തുടർന്ന് ഇത് ചോദ്യം ചെയ്ത ലോറി ഡ്രൈവർക്ക് നേരെ കാറിലുണ്ടായിരുന്ന ഒരാൾ പ്രകോപിതനായി ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കാറിലുണ്ടായിരുന്ന ഒരാൾ പുറത്തിറങ്ങി വരികയും ഈ ലോറി ഡ്രൈവറായിട്ടുള്ള മുതലക്കുടം സ്വദേശി വിഷ്ണുവിനെ അസഭ്യം പറയുകയും കമ്പി കൊണ്ട് മർദ്ദിക്കുകയും ചെയ്ത കാര്യം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണത്. വിഷ്ണു തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ്. കമ്പി കൊണ്ട് കാലിനും തലയ്ക്കും മർദ്ദിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഈ വാഹനത്തിൽ കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെടുകയായിരുന്നു. ഉടനടി തന്നെ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റായ വിഷ്ണു പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളടക്കം പോലീസിന് സമർപ്പിച്ചിരുന്നു. പോലീസ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ വണ്ടി നമ്പർ അടക്കം ശേഖരിച്ച് ഈ പ്രതികളെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പ്രതികളെ ഇതുവരെ കണ്ടെത്താനായില്ല. ആ ദൃശ്യങ്ങളിൽ തന്നെ പറയുന്നത് തൊട്ടടുത്തുള്ള പ്രദേശത്ത് മരണ വീട്ടിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ധൃതി വെച്ച് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ചു വന്നതിന് ശേഷം ഇത് ചോദ്യം ചെയ്ത ഒരു ലോറി ഡ്രൈവർക്ക് നേരെ ക്രൂരമായ അതിക്രമം അഴിച്ചുവിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. തൊടുപുഴയ്ക്കടുത്ത് മങ്ങാട്ടുകോലയിൽ വെച്ച് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.